ഹായ് സുഹൃത്തുക്കളെ, ഈ ഒക്ടോബർ 18 മുതൽ വ്യാഴം മാറുന്ന കഥ എല്ലാവർക്കും അറിയാം. അതേപ്പറ്റി പല വീഡിയോയിലും വന്നിരുന്നു. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ രാഹുവിനെ പറ്റി പറഞ്ഞത് ഈ 18 നവംബർ 18 മാറിക്കഴിഞ്ഞാൽ ഡിസംബർ 5 വരെയാണ് ഈ വ്യാഴം വക്രത്തിൽ പോകുന്നത്. അപ്പോൾ ഈ വ്യാഴം വക്രത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വ്യാഴം തന്നെ എക്സോൾട്ടഡായി, ഓവർ സ്പീഡ്, പവർഫുള്ളാണ് ഇപ്പം. പക്ഷേ ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു രാഹു നിന്നിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പിക്ചർ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ വ്യാഴം എങ്ങനെയാണ് വക്രത്തിൽ പോകുന്നത് എന്നറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളപ്പം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൂടാതെ ഇത്രയും നാളും വ്യാഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുവിനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു നീതികേട്, ജെന്യൂനിറ്റി ഇല്ല. അത് ബാഡ് പൊസിഷന് വന്നു കഴിഞ്ഞാൽ അഗ്രസീവാണ്, ആർഗ്യുമെൻറ്റിൻ്റെ ഗ്രഹമാണ്, ലപ്പട ഉണ്ടാക്കും, അതായത് ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്രഹമാണ്, ഓവർ തിങ്കിങ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രണയബന്ധത്തിൽ വേർപ്പെടാൻ, മദ്യം, മയക്കുമരുന്ന്, ഇതെല്ലാം ഈ രാഹുവിൻ്റെ റേഡിയേഷനാണ്. എന്തിനു പറയുന്നത്, നമ്മുടെ ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന രാഹുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു ഇത്രയും നാളും ഈ പറഞ്ഞ മതിരാഹു. അപ്പം ഈ പറയുന്ന രാഹു അധികം മീൻസ് ഒരു ഇതെന്ന വ്യാഴം സാത്വികനാണ്. അതായത് നല്ല ചിന്താഗതി, നല്ല കർമ്മങ്ങൾ, നല്ല ഗുണങ്ങൾ എല്ലാം ഉള്ളതാണ് വ്യാഴം. വ്യാഴം എന്ന ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. അപ്പോൾ ഈ വ്യാഴത്തെ പറ്റി പറയാതെ നമ്മൾ രാഹുവിൻ്റെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. ഈ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ശുഭകാര്യത്തിനും എല്ലാ സന്തോഷത്തിനും വകയുള്ള ഒരു ഗ്രഹമാണ്. നമ്മുടെ ബർത്തിയായിട്ട് പല പ്ലാനറ്ററി പൊസിഷന് നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലും ആ ഒരു പൊസിഷനിൽ പോലും ചിലപ്പം വ്യാഴം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വ്യാഴം വന്നു കഴിഞ്ഞാൽ ട്രാൻസിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗോചാരം വന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് നല്ലതായിട്ട് ഹാപ്പൻ ചെയ്യും. അതാണ് ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത. അപ്പം ഈ സപ്പോസ് ചിലപ്പോൾ കുട്ടികളില്ലാത്തവരൊക്കെ കുട്ടികളുണ്ടാകാം. വ്യാഴമായിട്ട് ആ ഒരു കണക്ടിവിറ്റി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ധനാഗമനം വരാം, വലിയ വലിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. ഈ എല്ലാ ഗ്രഹത്തെയും കൺട്രോൾ ഒരു അധിപനെന്ന് വേണമെന്ന് ഇനി പറയാം വ്യാഴം എന്ന് പറഞ്ഞാൽ. കാരണം ആ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കൺട്രോൾ. അപ്പോൾ ഇവിടെ വന്ന ഈ രാഹുവിൻ്റെ ഒരു കൺട്രോൾ വ്യാഴത്തിൻ്റെ കയ്യിലായിരുന്നു. കാരണം 159 എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 159 എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട 159261037114812. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആംഗിളിലുള്ള പ്ലാനറ്റുകൾ തമ്മിൽ ഇൻറ്റേർണൽ കണക്ടിവിറ്റി വരുമ്പോഴാണ് പല ഗ്രഹങ്ങളും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയുന്നതും. ആ ഒരു നെഗറ്റീവ് പ്ലാനറ്റുമായിട്ട് നല്ലൊരു ഗ്രഹം ചിലപ്പോൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവാകും. പോസിറ്റീവ് ഗ്രഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ഗ്രഹമായിട്ട് ഒരു നെഗറ്റീവ് പ്ലാനറ്റും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് നീചമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പല ബർത്തിയാട്ടിലും കാര്യങ്ങൾ ചില ഇതായിട്ടുള്ള കണക്ടിവിറ്റിയുടെ അല്ല ദശ, അന്തർദശ അങ്ങനെയൊക്കെ അതിൽ നിന്ന് പോകുന്നതും ഈ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ വരാനുള്ള ചില ബർത്തിയാട്ടില്ല. ഇപ്പം തന്നെ ശുക്രൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശുക്രൻ ഒരുപോലെ ആകത്തില്ല. ശനിദശ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും സമ്പത്ത് കാണേണ്ടതാണ്. ശനിദശയിൽ എല്ലാവർക്കും മോശമല്ല. അപ്പം ഈ ഒരു കണക്ടിവിറ്റിയുടെയും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഡീപ്പായിട്ട് പല സയൻസിലുണ്ട്, പല രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഡീപ്പായിട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ അങ്ങനെയുള്ള നെഗറ്റീവ് സംഭവങ്ങൾ പോലും നമ്മൾ ഈ വ്യാഴമൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാക്കി മാറ്റുമെന്നുള്ളത് മെയിനായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു മീൻസ് ഒരു എല്ലാ നീചപ്രവർത്തികൾക്ക് കൂടി നിൽക്കുന്ന ധാർമ്മികതയില്ല, ധർമ്മമില്ല, കർമ്മമില്ല, സത്യം, നീതി. അപ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ രാഹു സപ്പോസ് ചില പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോൾ ആ പ്ലാനറ്ററി പൊസിഷന് രാഹു അഴുക്കാണ്. പ്രത്യേകിച്ച് രാഹു ഏറ്റവും നീചമായിട്ട് ഇരിക്കുന്ന 3, 6, 8 എന്നൊക്കെ ഉള്ള ഒരു പൊസിഷനാണ്. 3, 6, 8. അപ്പോൾ ഈ 3, 6, 8 പൊസിഷനിൽ ബർത്തിയായിട്ട് നിൽക്കുന്ന രാഹു ഉള്ള ആൾക്കാരുണ്ടോയെന്ന് വരി ഉറപ്പായിട്ട് അവർക്ക് ഈ ഒരു കണക്ടിവിറ്റിയിൽ എന്തെങ്കിലും പൊതുവെ ബേസിക് ബർത്തിയാട്ടിൽ നീചമായിട്ട് വരും. മീൻസ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് വരും. കാരണം സപ്പോസ് ഈ രാഹു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ രാഹു എപ്പോഴും എല്ലാ സാധനത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇരട്ടിയാക്കും. 1നെ 2 തോന്നിക്കും, അല്ലെ ഒരു സംഭവത്തെ 10ആയിട്ട് ഇരട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇല്ലാത്തത് വാരിക്കൂരി തരും. സമ്പത്ത് ഇല്ലാത്തവർക്ക് സമ്പത്ത് ഒരുപാട് തരും. പ്രത്യേകിച്ച് 2ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് സമ്പത്ത്, ചില പൊസിഷനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്
പ്രത്യേകിച്ച് 11 അതിൻ്റെയൊക്കെ ഉണ്ടൊരു ഓരോ ഹൗസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, കണക്ടിവിറ്റിയും കാര്യങ്ങളും വരുന്ന ഓരോ പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, എന്നാലും ഒരു ജസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ 3, 6, 8 പൊസിഷനൊക്കെ പാടാം. അപ്പോൾ ബർത്ത് ചാർട്ടിലെ ഏതെങ്കിലും ഈ രാഹു കയറി ഈ ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ ബർത്ത് ചാർട്ട് അവർക്ക് മോശമായിട്ട് വരും, ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് വരുമെന്നുള്ള കാര്യം അതിൻ്റെ ബേസിക്കായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ആ 1, 4, 7 എന്ന് പറഞ്ഞ പൊസിഷനും ബാഡാണ്. അതായത് ആദ്യം പറഞ്ഞത് 3, 6, 8 എന്ന് പറഞ്ഞാൽ വെരി ബാഡ്. 1, 4, 7 എന്ന് പറയുന്ന ഒരു ഹൗസിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാഡ മീഡിയം ഇതാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രാഹു ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല രാഹുവാണ്. നിങ്ങൾക്ക് രാഹു പ്രത്യേകിച്ച് വ്യാഴവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ, ഒത്തിരി സമ്പത്ത് കാര്യങ്ങളൊക്കെ കിട്ടും. അതേസമയം രാഹു നല്ല രാഹു എന്നാൽ, അതേസമയം ഈ അഴുക്ക് രാഹു നിൽക്കുന്നതെന്ന് ഇപ്പോൾ 50 നിൽക്കുന്നതിന് 25 കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് വ്യാഴമല്ല, ചില നീചഗ്രഹത്തിൻ്റെ കൂടെ ഒക്കെ നിൽക്കുകയാണ്. ഇപ്പം ശനിയുടെ കൂടെ ഒക്കെ നിൽക്കുക, ശനിയും ഈ പറഞ്ഞ മാതിരി ഈ രാഹുവും ശത്രുക്കളാണ്. അപ്പോൾ ആ ശത്രുയുടെ ഗ്രഹം ഒന്നിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരുപാട് പല പ്രശ്നങ്ങളും. അപ്പോൾ ശനി നെഗറ്റീവാകും, രാഹു നെഗറ്റീവാകും. പ്രത്യേകിച്ച് ഈ കാർബിക് കാരിയേഴ്സായി ഈ പറയുന്ന രാഹു എന്നൊക്കെ പറയുന്നത്. ശനിയും മോശമല്ല. ഈ നമുക്ക് അൺനോൺ ഡിസീസൊക്കെ തിരിച്ച് ഇത് വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഒരു തരുന്നതാണ് ഈ ശനിയും കേതു പ്രത്യേകിച്ച്. അത് ജസ്റ്റ് ആ കൂട്ടത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ രാഹു ആണ് ഈ പറഞ്ഞ മാതിരി ക്യാൻസർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഇത് ചില പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വ്യാഴവുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി വരുമ്പോൾ, അപ്പോൾ ഒരു പ്ലാനറ്ററി പൊസിഷന് വ്യാഴമാണെന്നൊരു 12 വർഷമാണ് ഒരു പ്ലാനറ്ററി പൊസിഷനുള്ള ഒരു സോഡിയാക് സൈന് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു സോഡിയാക് സൈക്കിള്. അപ്പോൾ ഒരു സോഡിയാക് സൈൻ കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു വ്യാഴം 1 വർഷം എടുക്കും. അതേമാതിരി രാഹു കേതുക്കളാണെന്നൊരിൽ 1.5 വർഷം എടുക്കും. അല്ലെന്നൊരു 20 വർഷം ടോട്ടൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഈ വ്യാഴം പലപ്പോഴും ഈ രാഹുവുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ വരുമ്പോൾ പല ആൾക്കാർക്കും അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ 3, 6, 8 എന്നൊക്കെ ഉള്ള പൊസിഷൻ അല്ലാതുള്ളിടത്ത് പ്രത്യേകിച്ച് രാഹു നിന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വ്യാഴവുമായിട്ടൊക്കെ കണക്ടിവിറ്റി വരുന്ന സമയത്ത് ഒരുപാട് പൈസ, സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടാൻ, എടുക്കാൻ, സ്വത്തുക്കൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, അൺഎക്സ്പെക്റ്റഡായിട്ട് ചിലപ്പോൾ ലോട്ടറി അടിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഈ ഹൗസിൻ്റെ അനുസരിച്ച് പ്രത്യേകിച്ച് 11ാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഗെയിനിൻ്റെ ഹൗസാണ്. മീൻസ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഹൗസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഹൗസിലുള്ള കണക്ടിവിറ്റികളെ കാര്യങ്ങളെ അങ്ങനെയൊക്കെ ഉള്ള നോക്കിയിട്ടാണ്. 12 എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ കളിയാണ്. അപ്പം അവിടെ 12 നിന്ന് കഴിഞ്ഞാൽ അത് മോശം. അപ്പോൾ ഓരോന്നിൻ്റെ ഇതിനകത്ത് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അമ്മ അങ്ങനെ ഓരോ 1 മുതൽ 12 വരെയുള്ള കോളങ്ങളെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം ഈ ബേസിക്കായിട്ടുള്ള ഈ ഡെയിലി ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ അതാണ് ഇതാണ്. അപ്പം ഇപ്പോൾ പോലും പറയുകയാണ് ഞാൻ ഈ പറയുന്ന പോലും ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷനായിരിക്കും. അപ്പോൾ ലഗ്നമല്ല നമ്മുടെ ഈ പറയുന്നത് നമ്മുടെ രാശി വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആയിരിക്കും. രാശി വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ അക്യുറേറ്റ് ആയിരിക്കില്ല, ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷനാണ് കറക്റ്റ്. അപ്പോൾ ലഗ്നം കണ്ടുപിടിക്കാനുള്ള ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ചാർട്ട് ഇട്ടേക്കാം. ലഗ്നം കണ്ടുപിടിക്കാൻ ജനിച്ച സമയം വെച്ചിട്ട് ലഗ്നം തന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ഇതൊന്നും അല്ലെന്നൊരു നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇഷ്ടംപോലെ അവൈലബിളാണ്. നമുക്ക് ജസ്റ്റ് അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി എല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങളെ, ഓരോ കാര്യങ്ങൾ നിൽക്കുന്നത്, എടുക്കുന്നത്. പക്ഷേ ഈ പലതെന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് പഠിക്കില്ലെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കാരണം എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെന്നൊരു വേറെ സമ്പത്തിൻ്റെ പ്രശ്നമായിരിക്കും. എല്ലാത്തും അവരവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വരീഡാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്ത് വരും, ഇങ്ങനെയാണോ, എന്താ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം വരുമ്പോഴാണ് നമ്മളൊരു അസ്ട്രോളജി ഒക്കെ നോക്കാൻ ഒരാളെ സമീപിക്കുകയോ എടുക്കുകയോ ചെയ്യാൻ. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഒരു അസ്ട്രോളജറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുപോലെ ഇപ്പം തന്നെ രാഹുവിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്കിതിനു മുമ്പത്തെ ദശ, അന്തർദശ, ഭുക്തി, അന്തർഭുക്തി, അങ്ങനെ സൂക്ഷ്മ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ദശക്കകത്ത് നല്ലതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇപ്പോഴും ആ ഒരു രാഹു ആ ഒരു പൊസിഷൻ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും.
അപ്പം മോശമായിട്ടുള്ള ആൾക്കാർക്ക് മോശമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെയും പറ്റി നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും ഒരു കുടുക്കിപ്പോയി ആരും ചാടല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ 18-ാം തീയതി മുതൽ ഡിസംബർ 5-ാം തീയതി വരെ വ്യാഴം ഇങ്ങനെ മാറുമ്പോൾ ഈ രാഹു ആക്ടിവേറ്റ് ആവുകയാണ്. അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ മാതിരി ബർത്ത് ചാർട്ടിലെ ഈ പൊസിഷനിലൊക്കെ ആയിട്ട് റോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ കാണും. ചിലപ്പോൾ ഒരു 2 പേര് അവിടെ നിന്ന് സംസാരം അടി കൂടാനോ എടുക്കാനോ തുടങ്ങുമ്പോൾ നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ പിടിച്ചു മാറ്റുന്നതായിരിക്കും. ഉറപ്പായിട്ട് ചിലപ്പോൾ ആ ഒരു കേസ് വഴക്ക് ജയിലിൽ വരെ പോകാനായിട്ടുള്ള സിറ്റുവേഷൻ വരാം ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ള നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. അതല്ലെന്ന് ഒരു ഇതേമാതിരി നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പഴയ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും വന്ന് നിങ്ങൾ പൈസ കടം ചോദിക്കാം. ഈ പൈസ കടം ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കിട്ടത്തില്ല. ആ പൈസ പോയി അല്ല നിങ്ങൾക്ക് അടുത്ത ആഴ്ച കൊണ്ട് ഇരട്ടിയായിട്ട് തരാം, അല്ല ഒറ്റ ആഴ്ച കൊണ്ട്, അല്ല 2 ആഴ്ച കൊണ്ട്, അല്ല 1 മാസം കൊണ്ട് നിങ്ങൾ ഇന്ന് 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തരാമെന്ന് പറയും. അപ്പോൾ അത് എന്നിട്ട് അന്നേരം പോയിട്ട് ഇവിടെ ഈ പൈസ കിട്ടുകയില്ല. അല്ലെന്നിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള പെടാനുള്ള സാധ്യത. പിന്നെ അതേമാതിരി ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടിരിക്കുന്നവരെ മയക്കുമരുന്നിന് അടിമയാകാം. ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നിട്ട് ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു നേച്ചർ, അല്ലെന്നൊരിൽ ബാഡായിട്ടുള്ള ആവശ്യം. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശൻ രാഹു എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഇല്ല, ജീവിതത്തിലോടൊരു നന്മയില്ല. തിന്മയാ അഴുക്ക് രാഹുവാണ്, വെറും അഴുക്കാണ്. മറ്റുള്ളവരെ പറ്റി ബഹുമാനിക്കുക, അല്ലെ അവരെ പറ്റി അറിയാനും ആഗ്രഹിക്കുകയില്ല. ഒരു ഗുണ്ട റോബിൻ ഹുഡിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എങ്ങനായാലും അതേമാതിരി നല്ല പാപത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലതുമാണ്. പക്ഷെ എന്നാൽ എപ്പോഴും ഒരു അഗ്രസീവാണ് ഈ പറയുന്ന രാഹു എന്ന് പറയുന്നത്. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടി ഇപ്പോൾ പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് ചൊവ്വ രാഹു ഒക്കെ കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ശുക്രൻ രാഹു ചില നല്ല പൊസിഷനൊക്കെ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, പൈസയാണ്. ശുക്രൻ ഇരട്ടിക്കുക, അപ്പം സമ്പത്ത് ഇരട്ടിക്കുക എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ചൊവ്വ ആണെങ്കിലും ചില ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി നോക്കണം. അപ്പം ചിലയിടത്ത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഡബിൾ ചെയ്യുക, ട്രിപ്പിൾ ചെയ്യുക. പിന്നെ അതിനകത്തോണ്ട് ഈ പ്രത്യേകിച്ച് ചൊവ്വായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ദുഃഖം, സങ്കടം വേറെയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യങ്ങൾ. പക്ഷേ അത് മാലിന്യം ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ലൈഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കുടുക്കി പോയി ചാടാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാരണവശാൽ ഈ ഒരു പറഞ്ഞ ഇത്ര ഒരു 49 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അല്ലെന്നൊരു ഇതേമാതിരിയുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ ചാടാനോ എടുക്കാനോ, അല്ലെന്നൊരു ചിലപ്പോൾ പൈസ കടം ചോദിക്കാൻ ചില സുഹൃത്തുക്കൾ ആരെങ്കിലും പൈസ കടം ചോദിച്ചാൽ പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകാം. ഇപ്പോൾ കാരണം പൊതുവെ ഇപ്പോൾ വ്യാഴം മാറി നിൽക്കുന്നതുകൊണ്ട്, വ്യാഴം ഇപ്പോൾ വന്നതുകൊണ്ട് പല ആൾക്കാർക്കും പൊതുവെ വ്യാഴം മോശമായിട്ടിരുന്ന പല ആൾക്കാർക്കും നല്ലതായി. പക്ഷേ ഈ നല്ലതായിരുന്ന ഈ വ്യാഴം അങ്ങോട്ട് മാറിയപ്പോൾ ഇത്ര നാളും നന്മ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് നേരെയുണ്ടല്ലോ ഒരു രാഹുവിൻ്റെ കൂടെ ബർത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഇല്ലാത്ത പ്രശ്നങ്ങളിൽ പോയി കോർട്ട് കേസാകാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ലീഗൽ മാറ്റേഴ്സ്, അല്ലെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള നഷ്ടത്തിൻ്റെ കഥയായിരിക്കും പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ആവശ്യമില്ലാത്ത ഇത്രയും ദിവസത്തെ കാര്യമുള്ളൂ, കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക്, അത് ശനിയുടെ റേഡിയേഷനാണ് ഈ മുടന്തരൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ബീഡി ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതേമാതിരി ഭൈരവൻ്റെ ടെമ്പിളിൽ കൊണ്ട് തലേദിവസി കള്ള് കൊണ്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് നേർച്ചയായിട്ട് അന്തർക്ക് ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ല റെമഡിയാണ്. അതുപോലെ പ്രാവിന് തീറ്റി കൊടുക്കുന്നത്, മീന് തീറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ രാഹുവിൻ്റെ റേഡിയേഷനാണ്. ഓം ദം ദുർഗായ നമ എന്ന് പറഞ്ഞാൽ ദുർഗാ മന്ത്രം ജപിക്കാം. പിന്നെ ആടും രാഹുവിൻ്റെ റേഡിയേഷനാണ്. പിന്നെ നിങ്ങൾക്ക് രുദ്രാഭിഷേകം ചെയ്യുന്നത് മാസത്തിൽ 1 പ്രാവശ്യം 1-2 പ്രാവശ്യം രുദ്രാഭിഷേകം ചെയ്യുന്നതും രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ പാലിനകത്ത് നമ്മുടെ കുങ്കുമപ്പൂവ് ഒരു പിഞ്ച് ഓഫ് ചെറിയ കുങ്കുമപ്പൂ പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ കുളിക്കുന്നുള്ള ചെറിയൊരു പിഞ്ച് ഓഫ് മഞ്ഞൾ പൊടിയെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ബാക്ടീരിയൽ അല്ല ആൻറ്റി ഫംഗലായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് ഈ പറഞ്ഞ മഞ്ഞപ്പൊടിക്ക്. അപ്പോൾ അങ്ങനും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർക്ക് മഞ്ഞച്ചരട് കാണത്തക്ക രീതിയിൽ കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യാഴത്തെ പോസിറ്റീവ്. വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത്, വലിയ പൈസ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്.
അതേമാതിരി ഞാൻ ഇതിനകത്തൊരു ഒരു ചെറിയൊരു പിക്ചർ ഇട്ടേക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്ക്രീൻ സേവറായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള ഒരു വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള, വ്യാഴത്തിൻ്റെ കളറാണ് യെല്ലോ കളറാണ്, ആ എല്ലാം ഒരു റേഡിയേഷനാണ്, ഒരു എനർജിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ള. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ആയിട്ടുള്ള ഓരോ രാശിക്കാരെക്കാറ്റിയുള്ള കണ്ടിന്യൂറ്റി ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ലോങ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞത്. അത് തന്നെയല്ല, ടൈമില്ല അധികം. തുലാൻ രാശി എന്ന് പറഞ്ഞാൽ ലിബ്ര. അപ്പോൾ ഈ തുലാൻ രാശിയുടെ നക്ഷത്രാധിപതി എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അതേപോലെ ഇതിൻ്റെ നക്ഷത്രങ്ങളെ ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ. ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ. ഇത്രയാണ് ഇതിൻ്റെ നക്ഷത്രങ്ങളുള്ളത്. ഇതിനകത്ത് ചിത്തിരെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ്, ശുക്രകർമ്മയപ്പെട്ടാണ്. ചോതിയെ കൺട്രോൾ ചെയ്യുന്ന രാഹുവാണ്, ശനികർമ്മയപ്പെട്ടതാണ്. അതുപോലെ വിശാഖത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് വ്യാഴമാണ്, രാഹുകർമ്മയപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അനുസരിച്ച് ഓരോ കർമ്മ അനുസരിച്ചുള്ള ഇവരുടെ സ്വഭാവത്തിലെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരുമെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇവർക്ക് രാഹു 5ലാണ്. 5 പറഞ്ഞാൽ പ്രണയം, അല്ലെന്നൊരു ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇമോഷന്, അല്ലെന്നൊരു വിദ്യാഭ്യാസം, അല്ലെന്നൊരു ഊഹക്കച്ചവടം, അങ്ങനെ റൊമാൻസ്, പ്രണയബന്ധങ്ങളെ, അങ്ങനെയുള്ള ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ കളിയാണ്. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ 5 പറയുമ്പോൾ. അപ്പം ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നല്ലോ രാഹു. അപ്പോൾ വ്യാഴം അവിടെ മാറിയതോടുകൂടി രാഹുവ് ഇവിടുന്ന് സാത്വികനായ വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴം നല്ലത് ചെയ്യാൻ വേണ്ടി രാഹുവിനെ പ്രേരിപ്പിക്കുക. അപ്പം ഇപ്പം രാഹുവിന് ഫ്രീഡം കിട്ടി. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേണ്ടാത്ത കാര്യങ്ങൾ, എത്തിക്സ് ഇല്ല, അല്ലെന്നൊരു റോങ് ആയിട്ടുള്ള റോങ് ഡെസിഷൻ മേക്കിംഗ് എടുക്കാം, അല്ലെന്നൊരു ആവശ്യമില്ലാത്ത എടുത്തിയാട്ടം, ഒരു ഗുണ്ടായിസന്മാരുള്ളത്, എന്തിനേയും മീൻസ് കൈയടക്കാനുള്ള ഒരു വ്യഗ്രത, ഈ ബുദ്ധിയില്ലായ്മ. അപ്പോൾ ഇതൊക്കെ ഒരു രാഹുവിൻ്റെ ഒരു നേച്ചറാണ്. അപ്പം ഇത് രാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഈ 3, 6, 8 ഒക്കെ ഉള്ളൊരു നേരത്തെ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പൊസിഷൻ വെരിപാടാണ്. അപ്പം പിന്നെ വെരിപാടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ആർക്കെങ്കിലും വൃത്തിയായിട്ട് നിങ്ങൾക്ക് രാഹു അഴുക്കായിട്ട് നിൽക്കുന്നവർക്ക് ഇച്ചിരി മോശമായിരിക്കും, ബാക്കിയുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം തീരുമാനിക്കുക. കാരണം ഒരു കാരണവശാലും ഒരു വൃത്തിയായിട്ട് അല്ലേ ചെയ്യാതെ നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രാഹു വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ, ഒത്തിരി പൈസ ഉള്ള ആൾക്കാരെ, അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ പൊസിഷൻ, മീൻസ് രാഹു നല്ല പൊസിഷനാണ്. അപ്പോൾ പ്രത്യേകിച്ച് രാഹു ശുക്രമായിട്ടുള്ള കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, 2, 10, 20 പ്രോപ്പർട്ടി ആയിട്ടുള്ള ആ രീതിയിലുള്ള നമ്പർ ഓഫ് പ്രോപ്പർട്ടി കൂടുക. പ്രത്യേകിച്ച് പല ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റിയാണ് രാഹുവിൻ്റെ ഉള്ളത്. അപ്പം രാഹു നല്ലതായിട്ട് നിൽക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളിലുള്ള ഗെയിൻ ഉണ്ടാകും. നല്ല പ്രണയബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത, നല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ ഇത് റൊമാൻസിൻ്റെ കൂടെ ഇതാണ്. അപ്പോൾ ആ നല്ല പ്രണയബന്ധത്തിൽ അകപ്പെടാം. ചിലപ്പം ചില കുട്ടികൾ ഒളിച്ചോടാനൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് രാഹു മോശമായിട്ട് നിൽക്കുന്ന സമയത്താണെന്ന് വരിയിൽ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒളിച്ചോടാനുള്ള അവരുടെ സാധ്യത കൂടുതലാണ്. ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ തന്നെ അവരുടെ കാര്യം, കാരണം ഒരു മായികമായിട്ടുള്ള ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷന്, മായികമായിട്ടുള്ള ഒരു പ്രണയം, അങ്ങനെയൊക്കെ ഉള്ള ടീനേജേഴ്സിനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു നല്ലതായിട്ട് നിൽക്കുന്നവർക്ക് ഇപ്പം ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഊഹക്കച്ചവടത്തിൽ കൂടെ ലാഭം. ഇപ്പോൾ ഊഹക്കച്ചവടത്തിൻ്റെ കൂടെ ഒരു 5 പറയുന്നത്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്, ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള പൈസ കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചിലപ്പോൾ കേസ് ചിട്ടി, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില രീതിയിലൊക്കെ ഉള്ളതായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും കായിക കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹു നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒക്കെ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചില കാര്യത്തോട് കഴിവൊക്കെ ഉണ്ടെന്നൊരു രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരു നല്ല പൊസിഷനാണെന്നൊരു അവരുടെ ആയിട്ടുള്ള ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എടുക്കാനും വിട്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ഉയർച്ചയിലോട്ട് കൊണ്ടുവരും. അവരെ പിടിച്ചേക്കാൻ ചെയ്യാതെ രാഹുവിനെ പോസിറ്റീവായിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് വിടുക.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം ഉണ്ടാകാനുള്ള സാധ്യത, ചിലർ ആത്മീയമായിട്ടുള്ള ഉണർവ് ഉണ്ടാകാം, ആത്മീയമായിട്ടുള്ള ഇതൊക്കെ അതിൻ്റെ ഒരു 5 എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണക്ടിവിറ്റിയോടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് രാഹു നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണ് എന്നൊരു ആരെങ്കിലും വന്ന് പൈസ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇരട്ടി പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിക്കുക കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഈ ഒരു സമയത്ത് പൈസ കൊടുത്തിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വല്ലൊരു വെളിയിൽ എങ്ങാനും വിടാനെന്നൊക്കെ ഉള്ള രീതി കൊടുത്തു കഴിഞ്ഞാൽ പൈസ പോകും. അതും മനസ്സിലാക്കുക. അതേമാതിരി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു സമയത്ത്, അത് വ്യാഴത്തെ നോക്കിയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ കണക്ടിവിറ്റി കൂടെ ഉള്ള ആൾക്കാർക്കാണ് 100% ആ ഒരു സമയത്ത് കുട്ടികൾ ഉണ്ടാകാനുള്ള. അപ്പം നിങ്ങളുടെ രാഹു ഈ ഒരു സമയത്ത് നെഗറ്റീവ് ആണെന്നൊരു ഒരു കാരണവശാലും നിങ്ങൾ ഷെയർ മാർക്കറ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോവും. പിന്നെ ക്രിപ്റ്റോയെ അല്ലെ ബിറ്റ്കോയിന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പെപ്പോൾ പോയെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് കാര്യങ്ങളെ പക്വതയോടെ കൂടി ഹാൻഡിൽ ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഡിസംബർ 5 വരെ. അത് കഴിഞ്ഞാൽ വ്യാഴം തിരിച്ചു പോകും. കാരണം വ്യാഴത്തിൻ്റെ അതിനകത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ വക്രത്തിലെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യാഴത്തിൻ്റെ സ്പീഡ് കൂടി അങ്ങനെ പോകുന്നതുകൊണ്ട് വക്രത്തിലായതുകൊണ്ടാണ് ഈ ഒരു സംഭവവാസിപ്പ് രാഹുമായിട്ടുള്ള ഒരു ഇതുണ്ടാകുന്നത്. അതുപോലെ ഇതിൻ്റെ റെമഡി കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പുതിയ കോഴ്സ് ആർക്കെങ്കിലും ചേർന്ന് പഠിക്കാനെടുക്കാൻ താല്പര്യമുണ്ടെന്ന് വരെ അതിൽ ചേരാവുന്നതാണ്. അത് ഇത് നക്ഷത്രനാടി, ബൃഹനാടി, പിന്നെ നമ്മുടെ മൊബൈൽ ന്യൂമറോളജി, അതുപോലെ അഡ്വാൻസ് വാസ്തുവിൻ്റെ നമ്മളൊരു വീഡിയോ അതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഒരു സാമ്പിൾ വീഡിയോ. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. നമുക്ക് ഒറ്റ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാസ്തുവിൻ്റെ കാര്യങ്ങൾ അറിയാനെടുക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെന്ന് പഠിക്കാം. പിന്നെ ഇത് നമ്മൾ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക, എന്താ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള റെക്ടിഫിക്കേഷനോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി ഈ ഒന്ന് മനസ്സിലാക്കുക, ഈ ഒരു സംഭവം, ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ $20 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് 2030 ആകുമ്പോഴത്തേന് വളരെ നിങ്ങൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. അതുപോലെ 2014 തന്നെ ഇപ്പം തന്നെ $14 ബില്യൺ ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് കാരണം ഒരു ഡോക്ടറിനെക്കാട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഒരു നല്ല അസ്ട്രോളജർ എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ്. കാരണം എല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട. ഇപ്പോൾ കുട്ടികളാണെങ്കിലും പഠിക്കേണ്ട പോലും നമ്മൾ അവരെ ഗൈഡ് ചെയ്യണമെന്നൊരു ഏത് ഫീൽഡിൽ പോകണം, ഏത് ജോബ് അല്ല റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ആയിരിക്കും പല താല്പര്യങ്ങളും. ചിലർക്കൊരു എന്ത് പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഒരു 18 വയസ്സല്ല അല്ല ഒരു 12ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേന് അവരെ പഠിക്കുന്ന ആ ഒരു രീതിയിൽ ഗൈഡ് ചെയ്ത് കഴിയുന്നത് നല്ലതാണ്. അപ്പം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.